ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 21 വാരം ശനി. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 25 അധ്യായം 14 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താലന്തുകളുടെ ഉപമ ധ്യാന വിചാരമാവുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. കോവിഡ് കാലഘട്ടത്തിൽ എവിടെ നിന്നോ കേട്ട് പിന്നീട് പല ആവർത്തി പല പ്രസംഗങ്ങളിലായാലും ആരാധനാ സമയങ്ങളിലായാലും കൂട്ടുകാരോടുള്ള വർത്തമാനങ്ങളിലായാലും ജീവിതത്തിലേക്ക് ചേർത്ത് വച്ചിട്ടുള്ള റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു വാചകം ഇതാണ്: അർഹിക്കാത്ത കരുണ. അതെ, അർഹിക്കാത്ത കരുണ ആഘോഷമാക്കുന്നവരാണ് മനുഷ്യരായ നമ്മളെല്ലാവരും. കാരണം തെറ്റിപ്പോയാലും സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കൂട്ട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളതെല്ലാം തന്ന് അനുഗ്രഹിക്കുന്ന ദൈവത്തെയും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ചില സമയങ്ങളിൽ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാതെ വന്നപ്പോൾ പോലും ദൈവത്തിനോട് വിലപിച്ചിട്ടുള്ളവരും അല്ലെങ്കിൽ വഴക്കിട്ടവരുമായിട്ടും നമ്മൾ ജീവിതത്തിൽ മാറി നിന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ സുവിശേഷത്തെ അത്രയും കരുതലുള്ള ദൈവത്തിൻ്റെ ചിത്രം യജമാനൻ്റെയും ഭൃത്യന്മാരുടെയും ജീവിതങ്ങളിലൂടെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ്. അവരുടെ ഇടപെടലുകളിലൂടെ ആവശ്യമുള്ളതെല്ലാം നൽകി ഓരോ മനുഷ്യനെയും നിവർന്നു നിൽക്കാനായിട്ട് ദൈവം സഹായിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ആവശ്യമുള്ളതെല്ലാം നൽകി ഓരോ മനുഷ്യനെയും നിവർന്നു നിൽക്കാനായിട്ട് സഹായിക്കുന്ന ദൈവം. ചിലപ്പോഴൊക്കെ ചില മനുഷ്യർ പറയുന്നത് കേൾക്കാറുണ്ട്, കേട്ടിട്ടുണ്ട്, ഇനിയും ചിലപ്പോൾ കേൾക്കുമായിരിക്കും: എനിക്ക് നീണ്ടു നിവർന്നു നിൽക്കാൻ മറ്റൊരാളുടെയും സഹായം വേണ്ട എന്ന്. പക്ഷേ ഒരു മനുഷ്യൻ എത്രത്തോളം ബോൾഡാണെന്ന് പറഞ്ഞാലും തളർന്നു പോകുമ്പോൾ ചേർത്ത് പിടിക്കാനായിട്ട് ഒരാളെങ്കിലും ഉള്ളത് വളരെ നല്ലതാണ്. സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്ന യജമാനൻ്റെയും ഭൃത്യന്മാരുടെയും ജീവിതത്തിലെയും അവരുടെ ഇടപെടലുകളുടെയും ആ ഒരു സമയം ഇത്തരത്തിലുള്ള ചില മനുഷ്യരുടെയൊക്കെ വിചാരങ്ങളെ തിരുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്ന മനുഷ്യർ എല്ലാം തികഞ്ഞവർ ഒന്നുമായിരുന്നില്ല. നീണ്ടു നിവർന്നു നിൽക്കാൻ, ജീവിക്കാൻ അധ്വാനത്തിൻ്റെ പുതിയ പാഠങ്ങളും ഇൻവെസ്റ്റ്മെൻ്റ് രീതികളും മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് ദൈവം അവരുടെ ജീവിതത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നൽകുകയാണ്. നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുകയാണ്. അക്കൂട്ടത്തിൽ വിജയിച്ചവരാണ് ഏറെ, തോറ്റുപോയവരുമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, വർഷങ്ങൾക്ക് മുൻപ് കാർമൽഗിരി സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ഏതാണ്ട് പഠനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങളുടെ സെമിനാരിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡേ വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വരും. വലിയൊരു ഓഡിറ്റോറിയം, ഒരുപാട് പേരുണ്ടാകും. അതിലെപ്പോഴും സമൂഹത്തിൻ്റെ പല മേഖലകളിൽ വിഖ്യാതരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ആളുകളെ ഞങ്ങൾ ക്ഷണിക്കും. അവരുടെ വർത്തമാനങ്ങൾ, അവരുടെ ചിന്തകൾ ഞങ്ങൾ കേൾക്കും. ഒരിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡേ ആഘോഷിക്കുന്ന സമയത്ത് വിളിക്കപ്പെട്ട അതിഥി പറഞ്ഞിട്ട് പോയ ചില കാര്യങ്ങൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ സെമിനാരിയുടെ അകത്തളങ്ങളിൽ മുഴങ്ങുന്നുണ്ടാകും. ആ മനുഷ്യൻ ഇനോഗ്രേഷൻ്റെ വർത്തമാനം തുടങ്ങിയ സമയം മുതൽ അല്പം ക്ഷുഭിതനായും പണ്ടെപ്പോഴോ ലഭിച്ചിട്ടുള്ള ചില മുറിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ മനുഷ്യൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. സംസാരം ഇങ്ങനെ വല്ലാതെ പൊള്ളിപ്പിക്കുന്നുണ്ട്. സെമിനാരിയിലെ വിദ്യാർത്ഥികളായാലും അച്ഛന്മാരായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ അസ്വസ്ഥരാകുന്നുണ്ട്. അവസാനം ഈ മനുഷ്യൻ അത്രയും വലിയൊരു സദസ്സിൻ്റെ മുൻപിൽ നിന്ന് പറഞ്ഞിട്ട് പോയ ഒരു കാര്യം ഇതായിരുന്നു: ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളെല്ലാവരും കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളെല്ലാവരും കണക്ക് കൊടുക്കേണ്ടി വരും. അതൊരു വലിയൊരു വർത്തമാനമായിരുന്നു. നമുക്കറിയാം, അത്ര പ്രിയമല്ല എങ്കിലും അതൊരു ഓർമ്മപ്പെടുത്തലിൻ്റെ വർത്തമാനമാണ്. ഇന്നത്തെ സുവിശേഷത്തിലും ഈ ഭൃത്യന്മാരെയെല്ലാം നീണ്ടു നിവർന്നു നിൽക്കാനായിട്ട് ചില നിക്ഷേപങ്ങളൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് കരുതി വെച്ച്, എല്ലാം തികഞ്ഞവരല്ല എന്നറിയാം, എങ്കിലും ചിലതൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് ഈ യജമാനൻ യാത്ര തിരിക്കുക. ഈ മനുഷ്യനും അവസാനം വന്ന് കണക്ക് ചോദിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും അർഹിക്കാത്ത കരുണ ആഘോഷമാക്കുമ്പോൾ നമ്മളും ഇതുപോലെ തന്നെ നീണ്ടു നിവർന്ന് നിൽക്കുവാനായിട്ട് മറ്റുപേരുടെയും സഹായത്തിലൂടെയും സഹകരണത്തിലൂടെയും ജീവിതം മുന്നോട്ട് പോകുമ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരും എന്ന ഒരു തീർച്ചയിൽ നമുക്ക് ജീവിക്കാം. ഇത് പറയുമ്പോൾ പ്രിയമുള്ളവരെ, സത്യത്തിൽ ഞാനും വളരെയധികം അസ്വസ്ഥതയോടുകൂടെ തന്നെയാണ് ആ വർത്തമാനം പറഞ്ഞു നിർത്തുക. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളെല്ലാവരും കണക്ക് കൊടുക്കേണ്ടി വരും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.